മ്യൂസിയത്തിൻ്റെ ലക്ഷ്യമെന്താണ്? പൊതുജനങ്ങളുടെ പഠനത്തിനും വിദ്യാഭ്യാസത്തിനുമായി കലാപരമോ സാംസ്കാരികമോ ശാസ്ത്രീയമോ ആയ പ്രാധാന്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുക, സംരക്ഷിക്കുക, വ്യാഖ്യാനിക്കുക, പ്രദർശിപ്പിക്കുക എന്നിവയാണ് ഒരു ആധുനിക മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരിലെ ഒരു മ്യൂസിയത്തിലാണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിലെ പാലസ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ പേര് മറാത്ത പാലസ് കോംപ്ലക്സ് എന്നാണ്. മറാത്ത കൊട്ടാരം എന്നാണ് പേരെങ്കിലും ഇത് ആദ്യം നിർമ്മിക്കുന്നത് മറാത്ത രാജാക്കന്മാരല്ല, അതിനു മുമ്പ് ഭരിച്ചിരുന്ന നായക വംശത്തിലെ രാജാക്കന്മാരാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നായക വംശത്തെ പരാജയപ്പെടുത്തി മറാത്ത ഭരണകൂടം ദക്ഷിണേന്ത്യയിലെ തഞ്ചാവൂർ കേന്ദ്രമാക്കി ഭരിക്കാൻ തുടങ്ങി. അതിൽ വെങ്കോജി ബോൺസ്ലെ എന്ന ശിവജിയുടെ അർദ്ധ സഹോദരൻ ഈ കൊട്ടാരത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. ഇപ്പോഴും ഈ ബോൺസ്ലെ കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതൊരു കൊട്ടാരം കോംപ്ലക്സ് ആണ്. കൊട്ടാരങ്ങളുടെ പല 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 നിർമ്മിതികൾ ഇവിടെയുണ്ട്. അതിൽ കുറച്ച് ഭാഗത്ത് ബോൺസ്ലെ കുടുംബം താമസിക്കുന്നു. കുറേ ഭാഗത്ത് തമിഴ്നാട്ടിലെ കുറച്ച് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തഞ്ചാവൂരിലെ ഫയർഫോഴ്സ് സ്റ്റേഷനും ഇതിൻ്റെ ഉള്ളിലാണ്. 1-2 വിദ്യാലയങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കുറേ ഭാഗം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അവിടെ നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് ഈ മ്യൂസിയം കാണാനുള്ള എല്ലാ അവസരവുമുണ്ട്. തഞ്ചാവൂർ നായക സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ 1530 ഈ കൊട്ടാരം ആദ്യമായി നിർമ്മിച്ചത്. 1600-കളിൽ മറാത്ത സാമ്രാജ്യം തഞ്ചാവൂർ ഭരണം പിടിച്ചെടുത്തു. അവർ ഈ കൊട്ടാരത്തിൽ കുറേ കൂട്ടിച്ചേർക്കലുകൾ നിർമ്മിച്ചു. നായക സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ കൊട്ടാരം നിർമ്മിച്ചത് ദക്ഷിണേന്ത്യൻ വാസ്തുശില്പ രീതിയിലാണ്. അതിനുശേഷം വന്ന മറാത്ത ഭരണാധികാരികൾ അതിൽ കൂട്ടിച്ചേർക്കലുകളെല്ലാം നടത്തിയത് ഉത്തരേന്ത്യൻ വാസ്തുശില്പ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ദേശത്തിനും സംഭവിക്കുന്ന സാംസ്കാരികവും കലാപരവുമായ മാറ്റത്തെപ്പറ്റി നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. വ്യത്യസ്ത ഘടനകളുടെ ഒരു സമുച്ചയമാണ് തഞ്ചാവൂർ കൊട്ടാരം. ഇതിലെ പ്രധാന ആകർഷണങ്ങൾ സരസ്വതി മഹൽ ലൈബ്രറി, റോയൽ പാലസ് മ്യൂസിയം, സർഫോജി മെമ്മോറിയൽ ഹാൾ, ദർബാർ ഹാൾ, ആർട്ട് ഗാലറി, ബെൽ ടവർ, സംഗീത മഹൽ തുടങ്ങിയവയാണ്. മറാത്ത രാജാവായ രാജാ സർഫോജി അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് സരസ്വതി മഹൽ ലൈബ്രറി. ഈ ലൈബ്രറിയിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. താളിയോല ഗ്രന്ഥങ്ങൾ മുതൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് പുസ്തകങ്ങളും ഛായാചിത്രങ്ങളുടെയും ഒരു വലിയ ശേഖരം ഈ ലൈബ്രറിയിൽ നമുക്ക് കാണാം. കമ്പരാമായണത്തിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതിയും ഇവിടെയുണ്ട്. 10 ഭാഷകൾ അനായാസം സംസാരിക്കാൻ കഴിവുള്ള ഒരു രാജാവായിരുന്നു സർഫോജി. തമിഴ്നാട്ടിൽ തിമിര ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആദ്യമായി തുറന്നതും സർഫോജിയുടെ കാലഘട്ടത്തിലാണ്. തഞ്ചാവൂരിൻ്റെ ഭരണപരവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു രാജാവായിരുന്നു രാജാ സർഫോജി. തഞ്ചാവൂർ നഗരത്തിലെ ഭൂഗർഭ ഡ്രെയിനേജ് സംവിധാനം നടപ്പാക്കിയതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ലൈബ്രറിയിൽ നിന്നും നമ്മൾ പോകുന്നത് തഞ്ചാവൂർ കൊട്ടാരത്തിലെ ആർട്ട് ഗാലറിയിലേക്കാണ്. 1951 കൽക്കട്ടയിൽ നിന്നുള്ള ഒരു പുരാവസ്തു ഗവേഷകൻ തഞ്ചാവൂർ സന്ദർശിക്കാനിടയായി. അദ്ദേഹം നദീതീരത്ത് അവഗണിക്കപ്പെട്ട നിലയിൽ മനോഹരമായൊരു വിഗ്രഹം കാണുവാൻ ഇടയായി. അത് കൽക്കട്ടയിൽ താൻ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതറിഞ്ഞ നാട്ടുകാർ ഇതിനെ എതിർക്കുകയും ഈ വിഗ്രഹം തഞ്ചാവൂരിൽ തന്നെ സൂക്ഷിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് കളക്ടർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഈ വിഗ്രഹം തഞ്ചാവൂർ കൊട്ടാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതുപോലെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ശില്പങ്ങളെല്ലാം ശേഖരിച്ച് ഈ കൊട്ടാരത്തിൽ സംരക്ഷിക്കാനുള്ള നടപടികളും അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെയാണ് 1951
തഞ്ചാവൂർ ആർട്ട് ഗാലറി നിലവിൽ വരുന്നത്. ഹിന്ദു ദൈവങ്ങളുടെയും ദേവതമാരുടെയും വെങ്കല ശില്പവും കൽപ്രതിമകളും മാത്രമല്ല, അതിപുരാതന കാലം മുതലുള്ള നാണയങ്ങളുടെയും അതിമനോഹരമായൊരു ശേഖരം നമുക്ക് തഞ്ചാവൂർ കലൈകൂടം എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ ആർട്ട് ഗാലറിയിൽ കാണാം. ദർബാർ ഹാളാണ് മറ്റൊരാകർഷണം. ഇതിൻ്റെ ചുവരുകളും മേൽക്കൂരയും പെയിൻറ്റിങ്ങുകളാലും പ്രതിമകളാലും അലങ്കരിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും പ്രധാന സംഭവങ്ങളുടെ ചിത്ര ആവിഷ്കാരമാണ് മിക്കവയും. കൊട്ടാര സമുച്ചയത്തിലെ ഈ ഭാഗം താരതമ്യേന രസകരമാണ്. ആൾസൺ ടവർ എന്നറിയപ്പെടുന്ന ആയുധങ്ങൾ സൂക്ഷിക്കാനായി നിർമ്മിച്ച ഒരു ഭാഗവും ഈ കൊട്ടാരത്തിനുണ്ട്. 3 നിലകളുള്ള ഈ കെട്ടിടത്തിൻ്റെ പടിക്കെട്ടുകൾ വളരെ ഇടുങ്ങിയതാണ്. ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവരുടെ വേഗത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ 92 അടി നീളമുള്ള വേൽബോൺ തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥികൂടം നമുക്ക് കാണാൻ സാധിക്കും. 1955 ഫെബ്രുവരി 26 തരങ്കമ്പടി ബീച്ചിൽ കരയ്ക്കടിഞ്ഞ ഒരു കൂറ്റൻ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണിത്. അത്ര നന്നായൊന്നുമല്ല സംരക്ഷിക്കപ്പെടുന്നതെങ്കിലും ഈ അസ്ഥികൂടം കാണാൻ രസകരമായൊരു കാഴ്ചയാണ്. സർഫോജി മെമ്മോറിയൽ ഹാൾ. സർഫോജി രണ്ടാമൻ രാജാവിൻ്റെ വെള്ള മാർബിളിൽ കൊത്തിയ അതിമനോഹരമായൊരു ശില്പമാണ് ഈ ഹാളിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം. നായക രാജവംശത്തിലെ വിജയരാഘവ നായകർ എന്ന രാജാവ് ഈ കൊട്ടാര സമുച്ചയത്തിൽ 7 നിലകളുള്ള ഒരു കൂറ്റൻ കെട്ടിടം നിർമ്മിച്ചു. അതിനെ ഇപ്പോൾ ബെൽ ടവർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മുകളിൽ നിന്നാൽ തൊട്ടടുത്തുള്ള ബൃഹദരേശ്വര ക്ഷേത്രവും ദൂരെ തൃച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രവും കാണാൻ സാധിക്കും. വിജയരാഘവ നായകർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായി ഈ ബെൽ ടവറിൻ്റെ മുകളിൽ കയറുമായിരുന്നു. ഇപ്പോൾ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമില്ല. തഞ്ചാവൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തഞ്ചാവൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്തമായ ബൃഹദരേശ്വര ക്ഷേത്രത്തിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് തഞ്ചാവൂർ പാലസും സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് തഞ്ചാവൂർ പാലസ് ഉള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എപ്പോഴും ബസ് സൗകര്യവും ആട്ടോയും ലഭ്യമാണ്. ചരിത്രാതീത കാലത്തെ ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, താളിയോലകൾ, സംസ്കൃത കയ്യെഴുത്തു പ്രതികൾ, നാണയങ്ങൾ, കരകൗശല സൃഷ്ടികൾ എന്നിവയിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ അടുത്തറിയാൻ ഈ മ്യൂസിയം നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും ചരിത്രപ്രേമികളും സഞ്ചാരികളും തഞ്ചാവൂരിലെ ഈ മ്യൂസിയം സന്ദർശിക്കാതിരിക്കരുത്.